ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ഖിലാഫത്ത് പ്രസ്ഥാനം 1921 കാലഘട്ടങ്ങളിൽ മലബാറിൻ്റെ മണ്ണിൽ ആഞ്ഞടിച്ച സ്വാതന്ത്ര്യത്തിൻ്റെ കരൽ ചോര കൊണ്ട് ചരിത്രമെഴുതി ജീവൻ വെറും പതിരുപോലെ പകുത്തു നൽകിയ ദേശാഭിമാനത്തിൻ്റെ മജ്ജയും മാംസവും പിടഞ്ഞു വീണ നീലഗിരിയുടെ ചരിത്രഭൂമിയിൽ നിന്നും ദുബായ് KMCC മലപ്പുറം ജില്ല നീലഗിരി മണ്ഡലം അവതരിപ്പിക്കുന്ന സ്വാതന്ത്ര്യം നേടിയെടുത്ത ഖിലാഫത്ത് പോരാളികളുടെ പിൻതലമുറക്കാരുടെ നേർക്കാഴ്ചകളിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് ജനാബ് അസ്ഫുല്ല ഹാജി അവർകളെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളെ വല്യപ്പ 920 ഹജ്ജ് കഴിഞ്ഞ് വന്ന് പാണ്ടിക്കാട് വന്ന് അങ്ങനെ അവർ കമ്മിയൊക്കെ പഴയ വാരിമുന്നത്ത് കുഞ്ഞാവ് ഹജ്ജിൻ്റെ ഒക്കെ ചങ്ങായിമാരായിട്ട് ഉണ്ടായിരുന്നു. പാണ്ടിക്കാട് വന്നപ്പോൾ അവിടെ ഈ വെള്ളക്കാർ 300 പട്ടാളക്കാർ പാണ്ടിക്കാട് ചന്തപ്പര ക്യാമ്പ് ചെയ്തു. ഈ ചന്തപ്പര പച്ചക്കട്ടോട് ഉണ്ടാക്കിയതാണ്. ഓല മേഞ്ചിൽ അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവരെ ഒക്കെ പാട് രാത്രി വന്നിട്ട് വലിയ ആൾക്കാരൊന്നും വല്യപ്പ പാർട്ടിയൊക്കെ ചന്തപ്പര ഒന്നിയാൾ മറിച്ചിട്ടു. ഇത് വിവരം അറിഞ്ഞ് പട്ടാളക്കാർ വിവരം അറിയിച്ച് അപ്പോൾ ഇവർ കഴിച്ചിലായി ഓടിപ്പോയി പൂന്താൻ എന്ന സ്ഥലത്ത് പോയി. ഇപ്പോൾ എന്താ പറഞ്ഞാൽ പാണ്ടിക്കാട് വഴിയിൽ പൂന്താൻ എന്ന സ്ഥലമുണ്ട്, അവിടെയാണ് വരുന്ന നാട്. അവിടെ ബൊറോമ്പറം എന്നൊരു പാലുണ്ട്, അത് മരം കൊണ്ട് ഉണ്ടാക്കിയ പാലാണ്. അതൊക്കെ വരെ വെട്ടിപ്പൊളിച്ചിട്ട് കഴിച്ചിലായി. ഇവർ പട്ടാളക്കാർ പെരിന്തൽമണ്ണ വഴിക്ക് വന്നിട്ട് അന്വേഷിച്ച് പിടിച്ചിട്ട് വഞ്ചിപ്പാനി കൂട്ടി പിടിച്ചിട്ട് മല്ലയിൽ ജയിലിൽ കൊണ്ടുപോയിട്ട് വയറിൽ വിട്ടിട്ട് ആണി അടിച്ചിട്ട് ഊട്ടിയിട്ട് കൊന്നു കളഞ്ഞു. പാണ്ടിക്കാട് ചന്തപുര തകർത്തുകൊണ്ട് രക്ഷപ്പെട്ട ഖിലാഫത്ത് നേതാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘം നാടുകാണി ചുരം വഴി പന്തലൂരിലേക്ക് നാടുകടക്കുകയാണുണ്ടായത്. വഴിമധ്യേ ഖിലാഫത്ത് നേതാക്കളിൽപ്പെട്ട വ്യക്തി മരണപ്പെടുകയും നാടുകാണി ചുരത്തിൽ തന്നെ അദ്ദേഹത്തെ ഖബറടക്കുകയും ചെയ്തുവെന്നും കച്ചവട സംഘത്തിൽപ്പെട്ട മറ്റൊരാളുടെ മൃതദേഹമാണ് മറവ് ചെയ്തതെന്നും പറയപ്പെടുന്നു. നിങ്ങളെ ഉപ്പ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത ഒരു വിവരം ഈ നമ്മുടെ ചരിത്രങ്ങളിലുണ്ട്. അപ്പോൾ അത് എന്തിനായിരുന്നു ബ്രിട്ടീഷ് പട്ടാളം അറസ്റ്റ് ചെയ്തതെന്ന്? അത് ചേരമ്പാടി പള്ളിയിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ പള്ളികളും മുസ്ലിംമാരെയും കാരണന്മാരും കൂടിയിട്ട് ഇവർ പോലീസുകാർ വന്ന് പിടിച്ച് കൊണ്ടുപോയി. അത് ലോറിയിലിട്ടല്ലേ കൊണ്ടുപോയത്, വലിയൊരു ജയിലൊക്കെ കൊണ്ടുപോയത്. അത് ഇതിന് വേണ്ടിയിട്ട് സമുദായത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് പൈസ ഒക്കെ പിരിച്ചിട്ട് സഹായിക്കാൻ വേണ്ടി പൈസ വെച്ചു. അത് അവരറിഞ്ഞിട്ട് എല്ലാം പിടിച്ച് വലിയൊരു ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് കുറേ കാലം. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവരെ വിട്ടത്. അതിന് ശേഷമാണ് പിന്നെ റിലീസായി വന്നത്. അങ്ങനെയല്ല. ജനാബ് MT മുഹമ്മദ് അലി സാഹിബ്. എൻ്റെ പിതാവ് മങ്കരത്തുരിക മുഹമ്മദ് എന്നയാൾ സ്വാതന്ത്ര്യ സമരകാലത്ത് 14 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. 8 വർഷത്തോളം ശിക്ഷിക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള പാളയംകോട്ട സെൻട്രൽ ജയിലിലാണ്. കഠിനമായ കിരാതമായ നിലയിൽ ജോലി ചെയ്യിച്ച് ചുമര് കെട്ടിപ്പൊതുക്കിയ ഒരു മതിൽ കെട്ടിച്ചിട്ട് അത് വീണ് വാപ്പയുടെ ഒരു കാലിന് ക്ഷതമേറ്റിരുന്നു, കാലിന് പൊട്ട് സംഭവിച്ചിരുന്നു. ഇതിന് പ്രചോദനമായ കാരണം എന്ന് പറയുന്നത് കാളികാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ബാപ്പ വിവാഹിതനും ഒരു ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ബാപ്പയും ഒക്കെ അയക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയായിരുന്നു. പള്ളി ദർസിൽ പഠിക്കുന്ന കിതാബ് ഓതുന്ന കാലത്താണ്. അന്ന് പോലീസിനെതിരിലോ ബ്രിട്ടീഷുകാർക്കെതിരിലോ ആർക്കും ഒരു വാക്കും പറയാൻ കഴിയില്ല. ഈ സ്റ്റേഷനിലും അവിടെ ഇവിടെയുള്ള അഴുക്കുകളൊക്കെ കൊണ്ടുവന്ന് കാളികാവിലെ പള്ളിക്കുളത്തിൽ കഴുകുന്ന സമയത്ത് അവിടെ ചുറ്റി പോകുമ്പോൾ വൃത്തികേടാക്കുമ്പോൾ അതിനെ തടസ്സം ചെയ്തതിൻ്റെ പേരിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് തടുത്തതിൻ്റെ പേരിൽ പെട്ടെന്നാണ് വാപ്പാനെ പിടിച്ചു കൊണ്ടുപോയത്, അറസ്റ്റ് ചെയ്തത്. ആ ജയിൽവാസം 14 വർഷക്കാലം താമസിച്ചു. അതിൽ 8 വർഷത്തോളം ഉള്ളത് തമിഴ്നാട്ടിലെ പാളയംകോട്ട സെൻട്രൽ ജയിലിലാണ്. ആ സെൻട്രൽ ജയിലിൻ്റെ അവിടെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അന്തമാൻ ദ്വീപിലേക്ക് നാട് കടത്തി എന്നാണ് പറയുന്നത്. ബാപ്പ ജയിൽവാസം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് മങ്കരത്തൊടിക അബൂബക്കർ എന്ന് പറയുന്ന ആൾക്ക് അന്ന് 14 വയസ്സാണ്. ഈ 14 വയസ്സ് വരെയും ബാപ്പാനെ ജ്യേഷ്ഠൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് ബാപ്പാനെ കണ്ട സമയത്ത് ഭയന്നിട്ട് ഓടി എന്നാണ് പറയുന്നത്. MT മുഹമ്മദ് അലി സാഹിബ് സൂചിപ്പിച്ച ചരിത്രങ്ങൾ 960 കാലഘട്ടങ്ങളിൽ ചന്ദ്രികയുടെ സബ് എഡിറ്ററായിരുന്ന M അലികുഞ്ഞി സാഹിബ് മലബാർ കലാപത്തിൽ ജീവൻ ബാക്കിയായ പോരാളികളുമായി നേരിട്ടുള്ള ചരിത്രാന്വേഷണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന നഗ്ന സത്യങ്ങൾ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നീലഗിരി ജില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ സാരഥി ജനാബ് ഉപ്പട്ടി ആലിക്ക സാഹിബിൻ്റെ അറിവുകളിൽ നിന്നും അടർത്തിയെടുത്ത ചില വാക്കുകളിലേക്ക്.
1921 കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ തേയിലത്തോട്ടം 30,000-4,000 ഏക്കറോളം തേയിലത്തോട്ടം തുടങ്ങുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും മറ്റ് മലബാർ പ്രദേശങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനം കൊടിപിരി കൊണ്ടപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അവരുടെ ആ കിരാതമായ ഭരണം താങ്ങാൻ കഴിയാതെ നമ്മുടെ പല ആളുകളും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നാടുകാണി ചുരം വഴി നടന്ന് വരികയും നാടുകാണി നാം ഇപ്പോൾ കാണുന്ന ആ വലിയ പാറക്കെട്ടിൻ്റെ അടിയിലൊക്കെ താമസിച്ച ചരിത്രങ്ങളൊക്കെ എൻ്റെ പിതാവിൻ്റെ ഉമ്മയൊക്കെ എന്നോട് ചെറുപ്പകാലത്തിൽ പറയുന്നതായി ഓർമ്മ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവാല വഴി അങ്ങനെ വന്ന് ദേവാലയ്ക്കും കുറേ ചരിത്രങ്ങൾ പറയാനുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവിടെ കൂടുതൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് കർണാടക സംസാരിക്കുന്ന ആളുകളായിരുന്നു. അതിന് കാരണം മൈസൂർ രാജാവിൻ്റെ ഒരു റാണി കുടുംബം നെല്ലിയാളം, ഈ പെട്ടിയുടെ നെല്ലിയാളം എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നു. അവരാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തേയിലത്തോട്ടം തുടങ്ങുന്ന അവസരത്തിൽ ആളുകൾക്ക് വേണ്ടി ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ മൈസൂരിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നത്. അധിനിവേശ വിരുദ്ധ പോരാട്ടം മലബാർ ജില്ലകളിൽ ശക്തമാവുകയും ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ഉടലെടുക്കുകയും ചെയ്തതോടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ തങ്ങളുടെ മൊത്തം സേനാ വിഭാഗത്തിൻ്റെ 25% വരുന്ന പട്ടാളങ്ങളെ മലബാറിലേക്ക് നിയോഗിക്കൽ നിർബന്ധിതരായി. മലബാറിലെ മാപ്പിളമാരെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി MSP മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പ്രത്യേക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രവർത്തന സജ്ജമാക്കി. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ഒരു ഓഫീസ് നീലഗിരി ജില്ലയിലെ ഊട്ടിയിൽ നിലനിന്നിരുന്ന പോലീസ് സ്റ്റേഷനുമായി സമന്വയിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. പാണ്ടിക്കാട് ചന്തപ്പുര ആക്രമണം മദ്രാസ് പ്രസിഡൻസിയിലുള്ള നീലഗിരി ജില്ലയെയും ഒരുപോലെ ബാധിച്ചു. നീലഗിരി ജില്ലാ മജിസ്ട്രേറ്റ് ആക്രമണത്തെക്കുറിച്ച് ഭയപ്പെടുകയും നാടുകാണിയിൽ നിന്നും പന്തലൂരിലേക്ക് ദിവസേന പോലീസ് പട്രോളിംഗ് നടത്തുവാനും ഉത്തരവിട്ടു. 1921 നവംബർ-ഡിസംബർ മാസങ്ങളിൽ ബ്രിട്ടീഷ് പട്ടാളക്കാർ നടത്തിയ കൂട്ട അടിച്ചമർത്തലുകളും മാപ്പിളമാരെ അക്ഷരാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ആ കലാപങ്ങളിൽ ജീവൻ ബാക്കിയായ മാപ്പിളമാർ പുനർജീവനത്തിനായി എല്ലാ ശ്രമങ്ങളും നടത്തി. 1921 ഡിസംബർ 8 ചെമ്പ്രശ്ശേരി തങ്ങളും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അബ്ദുള്ള ഹാജിയും മുക്രി അഹമ്മദ് സാഹിബ് തുടങ്ങി നിരവധി നേതാക്കൾ ഒത്തുകൂടി ആയുധങ്ങളും വെടിക്കോപ്പുകളും ലഭിക്കുന്നതിനായി അവർ നീലഗിരിയിലെ പന്തല്ലൂർ വരെ ഒരു റെയ്ഡ് ആസൂത്രണം ചെയ്തു. 921 ഡിസംബർ 14 രാത്രിയിൽ മുക്രി അഹമ്മദ് സാഹിബിൻ്റെയും കുഞ്ഞിമേക്കർ സാഹിബിൻ്റെയും നേതൃത്വത്തിൽ 600ഓളം വരുന്ന ഖിലാഫത്ത് പടയാളികൾ മുണ്ടേരി പുഴ കടന്ന് വനത്തിലൂടെ പന്തലൂരിൽ എത്തുകയും ചെയ്തു. ആദ്യമായി അവർ ദേവാല പോസ്റ്റ് ഓഫീസ് ആക്രമിക്കുകയും തുടർന്ന് പന്തല്ലൂരിലെ ഒരു ക്ലബ് ഹൗസിൽ താവളമടിച്ച പ്രത്യേക പോലീസ് സംഘത്തിനു നേരെ ആക്രമണം അഴിച്ചുവിടുകയും ക്ലബ് ഹൗസിന് തീയിടുകയും അവിടെ ഉണ്ടായിരുന്ന രേഖകൾ മറ്റും നശിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് തേയില ഫാക്ടറിക്ക് ആവശ്യമായ ജോലിക്കാരെ മലബാറിൽ നിന്നും എത്തിച്ചു കൊടുത്തിരുന്ന പ്രാദേശിക വ്യാപാരിയും ബ്രിട്ടീഷുകാരുടെ പ്രിയനുമായിരുന്ന കുഞ്ഞാലിക്കുട്ടി ഹാജിയുടെ ബ്രിട്ടീഷ് അനുകൂല ചെയ്തികളെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഖിലാഫത്ത് നേതാക്കൾ വരികയും ആ സംഘർഷാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കച്ചവട സ്ഥാപനം നശിക്കുകയും ചെയ്തു. ഖിലാഫത്ത് നേതാക്കളെ ഭയന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ഹാജി പന്തല്ലൂർ ഹട്ടിയിലെ മല്ല കൗണ്ടറുടെ വസതിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. ഈ ചരിത്രം കുഞ്ഞാലിക്കുട്ടി ഹാജിയുടെ മകളും ഗവൺമെൻറ് റിട്ടയർഡ് അധ്യാപികയുമായിരുന്ന ഹവ്വ ഉമ്മ ടീച്ചർ നമ്മോട് പങ്കുവെക്കുന്നു. 1908 എൻ്റെ ഒപ്പം ഈ നാട്ടിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ ബുദ്ധിമുട്ടും കഷ്ടവും കൊണ്ട് നാട് വിട്ട് വന്ന് ഇവിടെ വന്നത്. അങ്ങനെ മേങ്കോറഞ്ച് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു കട തുടങ്ങി. അതിൻ്റെ മുന്നേറ്റത്തിലൂടെ പന്തലൂരിൽ നല്ലൊരു കച്ചവടം തുടങ്ങി. അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ സഹായത്തോടെ അത് വളരെ ഉഷാറായി കച്ചവടമായിരുന്നു. ആ സമയത്ത് ഇംഗ്ലീഷുകാരായിരുന്നു ഇവിടെ എസ്റ്റേറ്റ് നടത്തിയിരുന്നത്. അവർക്ക് ആളെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ലേബർ സപ്ലൈ
അതിന് കേരളത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. ആ കൊടുത്തതിൻ്റെ നന്ദിയായിട്ട് അവർ എന്തോ ഒരു തുകയൊക്കെ എല്ലാ മാസവും ഞങ്ങളെ ഉപ്പാക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഇംഗ്ലീഷുകാരായിട്ട് നല്ല അവർക്ക് ലേബറെ സപ്ലൈ ചെയ്ത സന്തോഷത്തിൽ നല്ലൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. ആ ബന്ധം കാരണം ഖാൻ ബഹദൂർ പട്ടം വരെ കൊടുത്തിരുന്നു ഞങ്ങളുപ്പാക്ക്. ഉപ്പാൻ്റെ വിശ്വാസപ്രകാരം ഏത് ഭരണം നടത്തുന്നുവോ ആ ഭരണക്കാരെ അനുസരിക്കണം എന്നാണ് റസൂൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞ് അന്ന് അവരനുസരിച്ചു. വാര്യംകുന്നത്തിൻ്റെ ഈ പടയോട്ടം നാടുകാണി, ദേവാല, പന്തല്ലൂർ, ബിതിർക്കാട് തുടങ്ങി പ്രദേശങ്ങളിലെ ബ്രിട്ടീഷ് ക്യാമ്പുകളിൽ വൻ നാശനഷ്ടങ്ങൾ വിതച്ചു. മലബാറിൽ നിന്നും സൈനിക നിയമം പിൻവലിക്കണമെന്ന സർക്കാർ ഉത്തരവിനെ ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് ഫ്യൂർനസ് മരവിപ്പിച്ചു. നീലഗിരിയിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യത്തെ പിൻവലിക്കേണ്ടതില്ല എന്ന് ഊട്ടി മജിസ്ട്രേറ്റിൽ നിന്നും ഉത്തരവ് പുറത്തിറക്കി. സർക്കാർ ഈ ആവശ്യത്തെ പിന്തുണച്ചില്ല. എന്നിരുന്നാലും സായുധരായ 50 പോലീസുകാരെ പന്തല്ലൂരിൽ വിന്യസിപ്പിക്കാൻ അനുമതി നൽകി. ഹൈക്കോടതി, സുപ്രീം കോടതി എന്നീ തലങ്ങളിൽ ഉന്നത അഭിഭാഷകൻ എന്ന നിലയിലും നീലഗിരി ജില്ലയുടെ ഒരു ഉയർന്ന അധ്യാപകൻ എന്ന നിലയിലും താങ്കൾ തിളങ്ങി നിന്ന ഒരു കാലഘട്ടം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്കിലും മാപ്പിളമാരും മലബാർ ബന്ധവും താങ്കളൊന്ന് പ്രേക്ഷകരോട് നമുക്ക് വേണ്ടി പങ്കുവെക്കാം. ഇവിടെ അതായത് ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കിൽ, അന്ന് പന്തല്ലൂരും ഗൂഡല്ലൂർ ഒന്നാണ് താലൂക്കിൽ, മാപ്പിളമാർ ധാരാളം ഉണ്ടായിരുന്നതിന് കാരണം എസ്റ്റേറ്റ് പണിക്ക് വേണ്ടി മലയാളികൾ, പ്രത്യേകിച്ച് മലപ്പുറംകാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് മുഴുവനും. അപ്പോൾ അവരെ രാത്രി ഇവിടെ പൂട്ടിയിടുമായിരുന്നു സായിപ്പന്മാർ, തണുപ്പ് കൊണ്ട് ഇറങ്ങി കേരളത്തിലേക്ക് പോകാതിരിക്കാൻ. ലെവക്കുട്ടി എല്ലാവരും കൂടി വന്ന് പന്തല്ലൂർ വന്ന് 4 പോലീസുകാരെ ഇവിടെ കൊല്ലുകയും ചെയ്തു. ആ 4 പോലീസുകാരുടെ പേര് ഊട്ടിയിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ആ ലഹളയെ പങ്കെടുത്തവരെയൊക്കെ സേലം ജയിലിൽ തൂക്കിക്കൊന്നു. അന്ന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത് മലപ്പുറത്ത് മാത്രമുള്ളവരല്ല, ഇവിടെയുള്ളവരും കുറേ പേര്, ഒരുപാട് പേര് സഫർ ചെയ്തിട്ടുണ്ട്. അനവധി പേര് ഒട്ടാകെ 10,000 പേര് നാട് വിട്ടു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ 10,000 പേര് നാട് വിട്ടും പോയിട്ടുണ്ട്. അന്നും ഇന്നും ഏറ്റവും കൂടുതൽ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവരും ഏറ്റവും കൂടുതൽ ദേഹാധ്വാനം കൊണ്ട് മറ്റുള്ളവരെ പറ്റിക്കാതെ ജീവിക്കുന്നവരും ഇവിടുത്തെ ആളുകളാണ്. പ്രത്യേകിച്ച് മാപ്പിളമാരകത്ത് സ്ത്രീകളും പുരുഷന്മാരും പെടും. അപ്പോൾ അന്നത്തെ കാലത്ത് വാര്യംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയും കൂട്ടരും വരുന്നത് പിന്നീട് ഏത് കാലഘട്ടത്തിലാണ്? അവർ 1921 മുഖ്യമായിട്ട് വരുന്നത്. അതിനു മുമ്പ് 61, 1861, 1872, 1899 ലഹള നടത്തിയിട്ടുണ്ട്. അന്ന് ചെറുപ്പക്കാരായ പിള്ളേരെ 20 വയസ്സുള്ളതിനെ നിരത്തി നിർത്തി ബ്രിട്ടീഷുകാർ ട്രൗസർ ഇടിച്ചിട്ട് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെയുള്ളവർക്ക് അതൊക്കെ അറിവ് തോന്നില്ല. 921 ഇത്രയും അറിയപ്പെടാൻ കാരണം ലോകം മുഴുവൻ പ്രതിഷേധം വന്നു. കാരണം തിരൂരങ്ങാടിയിൽ ആ വാഗൻ ട്രാജഡി വന്നപ്പോൾ 112 പേരെ ഇവിടുന്ന് കൊണ്ടുപോയി അത് തുറന്ന് നോക്കുമ്പോൾ മിക്കവരും മരിച്ചു പോയിരുന്നു. അത് പറഞ്ഞാൽ കരച്ചിൽ വരും. അതിൽ 7 പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 111 പേരിൽ 104 പേരും മരിച്ചുപോയി. നൂറ്റിമൂന്ന് വയസ്സിൽ നിൽക്കുന്ന ജനാബ് മായിൻ മെസ്രിയും അദ്ദേഹത്തിൻ്റെ ഉറ്റമിത്രവുമായ 113 മികവിൽ നിൽക്കുന്ന അലവി മെസ്രിയും 921 കാലഘട്ടങ്ങളെ സ്മരിച്ചുകൊണ്ട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അസ്സലാമു അലൈക്കും. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ വെച്ച ചട്ട നിയമമാണ്. മദ്രസില്ല, സ്കൂളില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ ജാതി മതമല്ല, ഒന്നായിട്ട് ഒരു റൂമിൽ കൊണ്ടു തള്ളുക, നേരം വെളുക്കുക, തൊളിച്ചു കൊണ്ടുപോവുക, പണിയെടുപ്പിക്കുക, വൈകുന്നേരം കൊണ്ട് നടക്കുക. ആ കാലഘട്ടത്തിൽ വളരെ കഷ്ടത്തിൽ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വളരെ ബുദ്ധിമുട്ടിയ കൂട്ടരാണ് ഞങ്ങൾ. ആ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടിൻ്റെ ആലോചന വന്നാൽ വളരെ കഷ്ടമായി ജീവിച്ച കാലഘട്ടമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ശ്രമം വന്നതും, മദ്രസ തുറന്നതും, പള്ളി തുറന്നതും, സ്കൂൾ തുറന്നതും, മനുഷ്യനായി ജീവിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്.
അതിൻ്റെ മുമ്പ് ബ്രിട്ടീഷ് വെച്ച വെള്ളക്കാർ വെച്ച ചട്ടം എന്താ പറയുക ആന്ന് പറയുന്നല്ലാണ്ട് വർക്കല്ല, അതിൻ്റെ മേലെ വർത്താനം പറഞ്ഞ ആളുണ്ടാവില്ല. ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ നല്ല സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ ജീവിക്കട്ടെ. നമ്മളെ നാട് നല്ല പുരോഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്, വളരെ വിദ്യാഭ്യാസം കൂടിയിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ സന്തോഷമായി ഞങ്ങൾ ജീവിക്കുന്നു പോകുന്ന ഭക്തന്മാരെ. ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടങ്ങളിൽ അടിമകളായി ജോലി ചെയ്തിരുന്ന ആളുകളെ ചെറിയ തെറ്റുകൾക്ക് പോലും നെടുവട്ടം ജയിലിൽ കൊണ്ടുപോകുകയും കഠിനമായ ശിക്ഷാമുറകളും തൂക്കിലേറ്റപ്പെടുകയും ചെയ്തിരുന്നു. ആലി മുസ്ലിയാരെ കോയമ്പത്തൂരിൽ വെച്ച് തൂക്കിലേറ്റപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിക്കുന്നതിന് വേണ്ടി പ്രാദേശിക നേതാക്കളിൽ പ്രമുഖനായിരുന്ന MP മുഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ നേരിൽ ചെന്ന് കാണുകയും അവർ അതിനെ നിരാകരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പൗത്രൻ നജിമുദ്ദീൻ ഭായ് നമ്മോടൊപ്പമുണ്ട്. ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. 1922 ഫെബ്രുവരി 17 ആലി മുസ്ലിയാർ സാഹിബും 12 ആൾക്കാരും തൂക്കിലേറ്റി കൊല്ലപ്പെട്ടു. ആ ചരിത്രം എല്ലാവരും അറിഞ്ഞ വിഷയമാണ്. എന്നാലും അവരുടെ മൃതദേഹം പുറത്തു കൊണ്ടുവരാനും അത് അടക്കം ചെയ്യാനും ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് എൻ്റെ വല്യപ്പന്മാരിൽ ഒരാളായ MP മുഹമ്മദ് സാഹിബ് അവരുടെ നേതൃത്വത്തിൽ ഇന്നും ചില ആൾക്കാർ അവരൊക്കെ എല്ലാവരും മരിച്ചുപോയി, ആരിപ്പോൾ ബാക്കിയില്ല. അവർ ഇത് പ്രകാരം ഒരു സംഘടന രൂപീകരിച്ച് ആ സംഘടന മുഖേന അവർ മൃതദേഹം ഏറ്റുവാങ്ങി കോയമ്പത്തൂർ മെട്ടുപ്പാളയം റോട്ടിലുള്ള ലങ്കർഖാന പള്ളിയിൽ ഇന്നും അവിടെ അടക്കം ചെയ്ത സ്ഥലം അവിടെയാണ്. അത് അടക്കം ചെയ്തത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്ന വിഷയത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. അവർ ചെയ്ത ആ നല്ല കാര്യത്തിന് അവർക്ക് നല്ല പ്രതിഫലം റഹ്മാൻ അവർക്ക് കൊടുക്കട്ടെ. ആ ചരിത്രം എന്നും ഇപ്പോഴും കോയമ്പത്തൂർ ഭാഗത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ റോട്ടിക്ക് തന്നെ, ആ റോഡ് മെട്ടുപ്പാളയം വരെ പോകുന്ന ആ റോട്ടിക്ക് തന്നെ ആലി മുസ്ലിയാർ റോഡ് എന്ന് പേര് മാറ്റണമെന്ന് പറഞ്ഞ് അന്നൊരു അവിടുത്തെ സംഘടനകളൊക്കെ തീരുമാനമിട്ട് ഗവൺമെൻറ്റിക്ക് കൊടുത്തിരുന്നു. അത് നടക്കാതെ പോയി. അങ്ങനെ അത് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഊട്ടി റോഡ് ആലി മുസ്ലിയാർ റോഡായി മാറിയിട്ടുണ്ടാവും എന്ന വിവരം കൂടി ഞാനിതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നു. 1922 ഫെബ്രുവരി 17 ആലി മുസ്ലിയാരും 12 അനുയായികളും കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റപ്പെട്ടത്. അവരുടെ മയ്യത്തുകൾ ഏറ്റുവാങ്ങി മറവു ചെയ്യാൻ തയ്യാറായവർക്ക് വ്യക്തികൾ എന്ന നിലയ്ക്ക് അനുവദിക്കപ്പെടാതിരുന്നപ്പോൾ കോയമ്പത്തൂരിലെ മുസ്ലിങ്ങൾ അല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള മുസ്ലിം അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ആ സംഘടനയുടെ ലെറ്റർ പേഡിൽ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് അവരുടെ മയ്യത്തുകൾ ഏറ്റുവാങ്ങി ടിപ്പു സുൽത്താൻ മസ്ജിദ് ഖബർസ്ഥാനിൽ മറമാടുകയും ചെയ്തു. നീലഗിരി ജില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തറവാട്ടിലെ മൂത്ത കാരണവർ ജനാബ് KP മൂസ സാഹിബ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബ്രിട്ടീഷ് ഭരണം മുസ്ലിങ്ങൾക്ക് മാത്രം എതിരായിരുന്നില്ല. നാട്ടിലെ ഇന്ത്യ രാജ്യത്ത് സാധാരണക്കാർ നടുത്തരം ജനങ്ങൾക്ക്, ഏറ്റവും അടിമട്ടത്തിൽ കിടക്കുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും എതിരായിരുന്നു. KP മൂസ സാഹിബ് സൂചിപ്പിച്ച വിഷയങ്ങൾ ഗൂഡല്ലൂരിൻ്റെ ചരിത്രാന്വേഷി ശ്രീമാൻ കൃഷ്ണൻകുട്ടി അവர்களுടെ അന്വേഷണപരമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളക്കാർ ഇവിടെ വന്ന് നമ്മുടെ കല്ലിങ്കര എന്ന സ്ഥലത്തിലാണെന്ന് മിലിറ്ററി ക്യാമ്പ്, അതിൻ്റെ പേരിന് ഇന്നും ചിലവരൊക്കെ പറയും ക്യാമ്പ്, മിലിറ്ററി ക്യാമ്പ് എന്നുകൂടി പേരുണ്ട്. ഇപ്പോൾ ബാബുരാ നഗർ എന്ന സ്കൂളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തുള്ള മട്ടത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പേടിപ്പിച്ചിട്ടും പിന്നെ ഇതാക്കാനും വേണ്ടി അവർ പോരാട്ടം ചെയ്യുന്നവർക്കൊക്കെ എതിരായിട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, പാവപ്പെട്ട ആൾക്കാരായ ചെട്ടിമാർ, പണിയർ, കുറുമ്പർ, കാട്ടുനായ്ക്കർ, പിന്നെ മേലുള്ള ബടുകർ, കോത്തർ, പിന്നെ തൊതവർ, പിന്നെ അതുകൂടാണ്ട് മസനഗുഡി സൈഡിലുള്ള കുടികൾ കസവർ, ഇരുളർ എന്ന ഈ ആൾക്കാരൊക്കെ വളരെ പേടിയുമായി ഉള്ള കാലഘട്ടത്തിൽ ഈ പന്തലൂർ, ഗൂഡല്ലൂർ താലൂക്കിലുള്ള ജനങ്ങൾക്ക് ഈ വെള്ളക്കാരുടെ, അതായത് ബ്രിട്ടീഷുകാരുടെ ഉപദ്രവം താങ്ങാൻ പറ്റാണ്ട് വളരെ ബുദ്ധിമുട്ടും നാശങ്ങളും ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ മലബാറിൽ നിന്ന് ഖിലാഫത്തുകാർ ഇങ്ങോട്ടേക്ക് വന്നു. ഈ വെള്ളക്കാരോട് ഏറ്റുമുട്ടാൻ ഇങ്ങോട്ട് വന്നു. മലപ്പുറത്ത് വാര്യാങ്കുന്ന് കുഞ്ഞാമ ആയുധത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പോരാട്ടം നടത്തി. പോരാട്ടത്തിൽ വന്ന് വെള്ളക്കാർക്കും, അതായത് ബ്രിട്ടീഷുകാർക്കും അവർക്കും ഏറ്റുമുട്ടൽ ബ്രിട്ടീഷ്
കാർക്ക് നിറയെ ബുദ്ധിമുട്ടും ഛേദങ്ങളും ഉണ്ടായി. അതിനുശേഷം മൂപ്പരെ, അതായത് ഈ കുഞ്ഞാമത് ആജിയെ ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോയി മലപ്പുറത്ത് വെച്ച് കൊന്നു എന്നാണ് നമ്മുടെ കാരണന്മാർ, അച്ഛനും മുതലായ കാരണന്മാർ പറഞ്ഞത് ആയി എനിക്ക് ഓർമ്മയുള്ളത്. മഞ്ചേരി അങ്ങാടിയിൽ നിന്ന് ചങ്ങലകളിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വാര്യംകുന്നത്തിനെ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും വഴിമധ്യേ സമൃദ്ധമായ അദ്ദേഹത്തിൻ്റെ താടിരോമങ്ങളെ പിഴുതെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് പട്ടാളങ്ങൾ ആക്രോശിക്കുമ്പോഴും ചോര വാർന്നൊലിക്കുന്ന മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ധീരനായ ആ രാജ്യസ്നേഹി മുന്നോട്ട് ഗമിച്ചു. കോട്ടക്കുന്നിൻ്റെ ചാരത്ത് കൂടി നിന്ന തോക്കുധാരികളായ ബ്രിട്ടീഷ് പട്ടാളങ്ങൾ അദ്ദേഹത്തെ തുരുതുരാ വെടിവെച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും വിട്ടുകൊടുക്കാതെ കത്തിച്ച് കളയുമ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു: ഇനിയൊരു വിപ്ലവകാരി കൂടി പുനർജനിച്ചുകൂടാ. എന്നാൽ കാലങ്ങൾക്കിപ്പുറം പ്രകൃതി തൻ്റെ മടിത്തട്ടിൽ സൂക്ഷിച്ച നഗ്നസത്യങ്ങൾ എടുത്തു കാണിക്കുന്നു. ധീരരക്തസാക്ഷികളുടെ പിൽക്കാല ചരിത്രങ്ങൾക്കു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന സ്മാരകങ്ങളും ചിഹ്നങ്ങളും ഇന്നും മലബാറിൻ്റെ മണ്ണിൽ മാപ്പിള മക്കളെ ഇനിയും വൈദേശിക ശക്തികളെ നേരിടാൻ സജ്ജമാക്കിക്കൊണ്ട് കാലം അത് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു.